ഏമാന്മാർക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാലോ എഴുതിയാലോ നടപടി എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത്. കമ്മീഷണർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട പോലീസുകാരനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ നേരിടുന്നതിനിടയിൽ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർക്ക് വീഴ്ച പറ്റിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട സിവിൽ പോലീസ് ഓഫീസറുടെ നടപടി ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നാണ് കണ്ടെത്തൽ. ഒരു നല്ല കാര്യം പറഞ്ഞാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതോടെ പോസ്റ്റിട്ട ക്രൈംബ്രാഞ്ചിലെ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെതിരെ നടപടി ഉറപ്പായിരിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി ബിജു കെ സ്റ്റീഫനോട് SP PB രാജീവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സേനയ്ക്ക് മൊത്തം അവമതിപ്പുണ്ടാക്കുന്ന നടപടിയാണ് ഉമേഷിൻ്റെതെന്നും ഇത് ഗുരുതര അച്ചടക്ക ലംഘനമായി കണക്കാക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് ഡിവൈഎസ്പി വ്യാഴാഴ്ച സമർപ്പിക്കുമെന്നാണ് വിവരവും ലഭിക്കുന്നത്. നേരത്തെയും നവമാധ്യമങ്ങളിൽ വിവാദ കുറിപ്പുകൾ എഴുതിയതിന്റെ പേരിൽ അന്വേഷണം നേരിട്ടയാളാണ് ഉമേഷ്. ഈ വിവരമടക്കം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയെന്നതാണ് സൂചന. കാളിരാജ് മഹേഷ് കുമാറിന്റെ പേര് പരാമർശിക്കാതെയുള്ള പരാമർശവും പരിഹാസവും നിറഞ്ഞ ഉന്മേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ 1000-ലേറെ പേരാണ് ഷെയർ ചെയ്തത്. 3000-ഓളം ലൈക്കുകളുമുണ്ട്. തുറന്നു പറച്ചിലുകൾക്ക് ബിഗ് സല്യൂട്ട്, പോസ്റ്റിന്റെ ഫലമായി മേധാവിയെ മാറ്റി എന്നിങ്ങനെ 600-ലേറെ കമന്റുകൾ ഇട്ടു. പോസ്റ്റ് നവമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു. ഇവയെല്ലാം പരിശോധിച്ച ശേഷമാണ് ഡിവൈഎസ്പി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജില്ലാ പോലീസ് മേധാവിക്കുണ്ടായ പാളിച്ചയാണ് ഹർത്താലിൽ വ്യാപക അക്രമത്തിന് ഇടയാക്കിയത്. മിഠായി തെരുവിലേക്ക് നിയന്ത്രണമില്ലാതെ പ്രതിഷേധക്കാരെ കയറ്റിവിട്ടത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കട തുറന്ന വ്യാപാരികൾക്ക് സംരക്ഷണം നൽകിയില്ല. പോലീസ് വ്യാപാരികളുടെ പാളിച്ച സേനയ്ക്ക് മൊത്തം നാണക്കേടുമുണ്ടാക്കി. വലിയങ്ങാടിയിൽ 2 പോലീസുകാരെ മാത്രമാണ് നിയോഗിച്ചത്. ഹൈറാർക്കിയുടെ ഉത്തരവിൽ നിന്ന് കൽപ്പനകൾ മാത്രം പുറപ്പെടുവിക്കുന്ന ഒരാൾക്ക് മേധാവിയാകാനേ പറ്റൂ, നായകനാകാൻ പറ്റില്ല തുടങ്ങിയ ആരോപണങ്ങളും പരിഹാസങ്ങളുമാണ് ഉമേഷ് ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത്. ജൂലൈ 5-ന് ഉമേഷ് വള്ളിക്കുന്ന് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: മിനിഞ്ഞാന്ന പാതിരാത്രി നമ്മുടെ പ്രിയപ്പെട്ട തെരുവിന് കാവലിരിക്കുകയാണ് പോലീസുകാർ. ഭരണഘടനയ്ക്കും സുപ്രീം കോടതിക്കുമെതിരെ തുടരെ ഹർത്താൽ പ്രഖ്യാപിച്ച് അതിന്റെ മറവിൽ തലയിൽ വെള്ളം കയറാത്ത 4-കിട ഗുണ്ടകളെ ഇറക്കിയിട്ട് രാജ്യദ്രോഹവും ജനദ്രോഹവും പതിവാക്കിയ നേതാക്കളൊക്കെ കൂർക്കം വലിച്ച് കേലയൊലിപ്പിച്ചും കിടന്നുറങ്ങുമ്പോൾ ഇവരിങ്ങനെ കൊതുക് കടിയും മഞ്ഞുകൊണ്ട് രാത്രി തള്ളി നീക്കണം. 8 മണിക്കൂർ ഡ്യൂട്ടി എന്നൊക്കെ കേട്ടുകേൾവി ഉണ്ടാകും. രാവിലെ 5:30 മണിക്ക് യൂണിഫോം ഇട്ട് വന്നവരാണ്. 24 മണിക്കൂർ കഴിഞ്ഞാലും യൂണിഫോം അഴിക്കാനാകുമോ എന്നുറപ്പില്ല. കൂടെയുണ്ടായിരുന്ന പലരും പരിക്കേറ്റ് ആശുപത്രികളിലാണ്. ഡ്യൂട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ വേണ്ടിവരുമെന്ന് പോലീസുകാർക്കറിയാം. ഇതൊന്നും പുതിയ അനുഭവമല്ല ഒരു പോലീസുകാരനും. ബോംബെറിഞ്ഞും പുരകത്തിച്ചും കൊള്ളയടിച്ചും തെരുവിൽ അഴിഞ്ഞാടിക്കഴിഞ്ഞ ഊളകൾക്കും അവരെ ഇളക്കിവിട്ട മരയുളകൾക്കും കിടന്നുറങ്ങുമ്പോഴൊക്കെ ഉറങ്ങാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലിരിക്കേണ്ടത് പോലീസുകാരൻ്റെ ഡ്യൂട്ടിയാണ്. ഇവിടെ പക്ഷേ വേദനിപ്പിക്കുന്നത് അതല്ല. പൊതുസമൂഹം മുഴുവൻ കോഴിക്കോട്ടെ പോലീസിന്റെ വീഴ്ചയെ ചർച്ച ചെയ്യുന്നത് കേട്ട് നിസ്സഹായരായി ഇരിക്കേണ്ടി വരുന്നതാണ്. സർക്കാർ ഉറപ്പു പറഞ്ഞ സുരക്ഷ കോഴിക്കോട്ടെ കച്ചവടക്കാർക്ക് നൽകാനാവാതെ പഴികേട്ട് വരുന്നതാണ്. രാവും പകലും കഷ്ടപ്പെട്ടിട്ടും ഒരു നല്ല വാക്ക് കേൾക്കാനില്ലാത്തതുകൊണ്ടാണ്. ഈ സാഹചര്യത്തിലാണ് ചിലതൊക്കെ പറയേണ്ടി വരുന്നത്. ഇവൻ ആരാണെന്നും ഇവനെന്ത് അർഹതയെന്നുമൊക്കെ മറുചോദ്യം, അച്ചടക്ക ലംഘനം, ആക്ഷേപവും നടപടികളുമൊക്കെ വരുമെന്ന് അറിയാം. പക്ഷേ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗുരുതരമായ വീഴ്ചയ്ക്ക് കോഴിക്കോട്ടെ പോലീസുകാർ മുഴുവൻ അപമാനിതരാകേണ്ടതില്ല എന്നുറച്ച ബോധ്യമുള്ളതുകൊണ്ട് എഴുതുക തന്നെ ചെയ്യുന്നു. ഒരേ വിഷയത്തിൽ രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പന്റെ പേരും പറഞ്ഞ് നടത്തിയ 6 ഹർത്താലുകളാണ് തുടർച്ചയായി കേരളം നേരിട്ടത്. സഹിച്ചുമടുത്തു ജനങ്ങളും വിവിധ സംഘടനകളും. ഇനി ഹർത്താൽ വേണ്ട എന്ന് ഒരു പാർട്ടിയുടെ ഹർത്താലും അംഗീകരിക്കില്ല എന്നും ഉറക്കെ പ്രഖ്യാപിച്ചു തുടങ്ങിയതാണിപ്പോൾ. സേ നോ ടു ഹർത്താൽ പ്രവർത്തകർ വർഷങ്ങളായി പറയുന്നത് പ്രമുഖ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കാൻ ശബരിമല ഹർത്താലുകൾ കാരണമായി. ഹർത്താലുകൾക്കെതിരെ ജനരോഷം ഉയരുകയും അത് ശക്തിയാർജിക്കുകയും ചെയ്യുമ്പോഴാണ് 2 പെണ്ണുങ്ങൾ മലചവിട്ടിയ ഐത്തത്തിന്റെ പേരും പറഞ്ഞ് 7ാമത്തെ ഹർത്താലും വരുന്നത്. 100% പരാജയപ്പെടുത്തേണ്ട ഒരു ഹർത്താൽ. കച്ചവടക്കാർ കട തുറക്കാൻ തയ്യാറാണെന്നും കേരള പോലീസ് അവർക്ക് സുരക്ഷയൊരുക്കുമെന്നും പ്രഖ്യാപനങ്ങളുണ്ടായി. സർക്കാർ ജനങ്ങൾക്കൊപ്പം ഉത്തരവാദിത്തത്തോടെ നിലകൊണ്ടു. മാറ്റത്തിന്റെയും പ്രതിരോധത്തിന്റെയും കാറ്റ് കണ്ട് പേടിച്ച നേതാക്കന്മാർ അണികളെന്ന പേരിൽ കൂലിത്തല്ലുകാരെയും വിഷജീവികളെയും ഇറക്കിവിട്ട് അണിയറയിലേക്ക് പതുങ്ങി. ഹർത്താലിനെ എതിർക്കുന്നവരെ പേടിപ്പിക്കാൻ തലേന്ന് തന്നെ അണികൾ തെരുവിലിറങ്ങി അഴിഞ്ഞാട്ടം തുടങ്ങി. പക്ഷേ സഹനത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ലഭിക്കുന്ന ധൈര്യത്തോടെ കേരളത്തിൽ എല്ലായിടത്തും എന്ന പോലെ കോഴിക്കോടും കച്ചവടക്കാർ കട തുറക്കാൻ തീരുമാനിച്ചിരുന്നു. പോലീസ് സുരക്ഷയും വാഗ്ദാനം ചെയ്തിരുന്നു. രാവിലെ തന്നെ പോലീസുകാരെ വിന്യസിപ്പിച്ചു. കടകൾ തുറന്നു. അക്രമമുണ്ടായി. പോലീസ് ലാത്തി ചാർജ് നടത്തി. ഏതാനും പേരെ പിടികൂടി. പക്ഷേ കടകൾ അടയ്ക്കേണ്ടി വന്നു. വാഗ്ദാനം ചെയ്ത സുരക്ഷ എവിടെ പോയി? വെയിലും ചൂടും കല്ലേറും നേരിട്ട പോലീസിന് പഴി മാത്രം ബാക്കി.
എന്തുകൊണ്ട്? ആരാണ് ഉത്തരവാദി? ആ ചോദ്യത്തിനുത്തരം തേടുമ്പോഴാണ് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി ഒരു വൻ പരാജയമാണെന്ന് തിരിച്ചറിയുന്നത്. എണ്ണത്തിൽ വളരെ കുറഞ്ഞ ഒരു സംഘത്തിന് തോന്നുന്നിടത്തെല്ലാം പ്രകടനം നടത്താനും അക്രമം കാണിക്കാനും സാധിക്കുന്ന വിധത്തിൽ അത്ര ദുർബലമായിരുന്നു അദ്ദേഹം ഒരുക്കിയ ബന്ദോബസ്ത്. മിഠായി തെരുവിലേക്ക് ധാരാളം വഴികളുള്ളതുകൊണ്ട് അക്രമികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വഴികളൊന്നും പുതിയതല്ല. ഊടുവഴികളിലൂടെ പ്രധാന റോഡുകളിലൂടെയുമാണ് അക്രമികൾ വന്നത്. തുറന്ന കടകൾ അടഞ്ഞു കിടക്കുന്നതിന് മുൻപേ അവരെ തടയുന്നതിനുള്ള യാതൊരു സംവിധാനവും കണ്ടില്ല. 3 വഴികളിൽ അക്രമികളെ തടയാനുള്ള പോലീസിനെ വിന്യസിച്ചാൽ പിന്നെ വിജയമായിരുന്നു. അതുണ്ടായില്ല. അക്രമം ഉണ്ടായ ശേഷം അറസ്റ്റ് ചെയ്യുന്നതല്ല, അക്രമത്തെ തടയുന്നതാണ് പോലീസിംഗ് എന്ന ഒരു IPS ഉദ്യോഗസ്ഥന് അറിയേണ്ടതല്ലേ? അവിടെ ജോലിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ബന്ദോബസ്തിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതും മറ്റ് യൂണിറ്റുകളിൽ നിന്നും വന്ന ജോലി ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർക്കെങ്കിലും സ്ഥലത്തിന്റെ ലേഔട്ടും അക്രമികൾക്ക് വരാനും പോകാനുമുള്ള വഴികളും വരച്ചു കൊടുക്കേണ്ടതല്ലേ? സർക്കാരും DGP നിർദ്ദേശപ്രകാരം കടകൾക്ക് സുരക്ഷ നൽകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും പോലീസിന്റെ വില കളയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അറിവില്ലായ്മ കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ടോ? അക്രമികളെ അടിച്ചോടിക്കുമ്പോൾ അവർ പോകുന്ന വഴികളിലൊക്കെ അലമ്പുണ്ടാക്കുമെന്നും തച്ച് തകർക്കുമെന്നും അറിവില്ലാത്തവരല്ലല്ലോ. 50 പേരെങ്കിലും അറസ്റ്റ് ചെയ്ത് മാറ്റുവാനുള്ള സംവിധാനം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? തലേദിവസം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച അതേ ഗുണ്ടകൾ പിറ്റേന്നും അക്രമത്തിന് മുന്നിൽ നിന്ന് കണ്ടു. അക്രമം നടത്തി സുഖമായി വീട്ടിൽ പോയി ഉറങ്ങി പിറ്റേന്ന് വീണ്ടും അക്രമിയായി വരാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം കിട്ടുന്നു? ഉത്തരേന്ത്യൻ കലാപങ്ങളുടെ മാതൃകയിൽ റോഡിലൂടെ സകലതും തകർത്തെറിഞ്ഞും തീകൊളുത്തിയും നടന്നു നീങ്ങുന്ന കാഴ്ച കോഴിക്കോടൻ ജനതയിലുണ്ടാക്കിയ അരക്ഷിതത്വത്തിന് ഉത്തരവാദി ജില്ലാ പോലീസ് മേധാവിയല്ലേ? ഇങ്ങനെ പോകുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.